ഇങ്ങനെ ദിവസങ്ങൾ വളരെ കഴിഞ്ഞു. യഹൂദന്മാർ അവനെ കൊല്ലുവാനായിട്ട് ഒരു ചതിവ് ചെയ്യുവാൻ ആലോചിച്ചു. അവനെ ചതിവിൽ കൊല്ലുവാൻ വേണ്ടി അവർ രാവും പകലും പട്ടണവാതിൽക്കൽ കാവലിരുന്ന വിവരമവനാതെ വീട്ടി ശിഷ്യന്മാർ അവനെ രാത്രിയിൽ ഒരു കുട്ടയിലാക്കി കോട്ടവട്ടത്തിൽ കടത്തിവിട്ടു. പിന്നെ അവർ യെരൂശലേമിൽ പോയി ശിഷ്യന്മാരോട് ചെയ്യുവാൻ ആഗ്രഹിച്ചു. എന്നാൽ അവരെല്ലാവരും ഇവരുടെ ശിഷ്യൻ തന്നെ വിശ്വസിക്കാതെ ഭയപ്പെട്ടു. എന്നാൽ ബർന്നബാവിനെ സ്ലീഹന്മാരുടെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വഴിയിൽ വെച്ച് അവൻ കർത്താവിനെ കണ്ടു. കർത്താവിനോട് സംസാരിച്ചു. ദമാസ്കസിൽ അവൻ യേശുവിന്റെ നാമത്തിൽ പരസ്യമായി സംസാരിച്ചു വിശുദ്ധമായി പറഞ്ഞു കൽപ്പിക്കുകയും ചെയ്തു. പിന്നെയും അവൻ യെരൂശലേമിൽ അവരുടെ ഇടയിൽ ഒന്നും പോയി വരുന്നു. യേശുവിന്റെ നാമത്തിൽ പരസ്യമായി പ്രസംഗിക്കുകയും യൗനായ ഭാഷ അറിയാവുന്ന യഹൂദന്മാരോട് വാദപ്രതിവാദം ചെയ്യുകയും ചെയ്തിരുന്നു. യഹൂദന്മാർ അവനെ കൈസറിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് തർസോസിലേക്ക് നയിച്ചു. എങ്കിലും യഹൂദയിലെയും ഗലീലയിലെയും ശമര്യയിലെയും സഭയ്ക്ക് സമാധാനം ഉണ്ടായിരുന്നു. അവ പൂർത്തിപ്പെട്ടു ദൈവഭക്തിയിൽ നടന്നു പരിശുദ്ധാത്മാവിന്റെ ആശ്വാസത്താൽ വർദ്ധിച്ചു വന്നു. അഭിപ്രായ ഭാഗ്യമോ ലേഖനത്തിൽ നിന്നും ആഹായി വരയ്ക്കുമോ പ്രശംസയുടെ അത് മാഞ്ഞു പോയിരിക്കുന്നു. ഏത് പ്രമാണത്താൽ? കർമ്മ പ്രമാണത്താലാണോ? അല്ല, വിശ്വാസ പ്രമാണത്താൽ അത്രയും. അതുകൊണ്ട് മനുഷ്യൻ നീതിയിരിക്കപ്പെടുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല, വിശ്വാസത്താലാണെന്ന് എന്ന് നാം അനുമാനിക്കുന്നു. ദൈവം യഹൂദന്മാർക്ക് മാത്രമാണോ? വിജാതിയർക്ക് കൂടെയുമല്ലയോ? അതേ, വിജാതിയർക്ക് കൂടെയും അത്രേ. എന്നാൽ വിശ്വാസത്താൽ ശൈലകർമ്മത്തെയും വിശ്വാസത്താൽ തന്നെ ശൈലയില്ലായ്മയും നീതിക്കപ്പെടുന്ന ദൈവം ഒരുവനാണ്. അതുകൊണ്ട് നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നു, എല്ലാ ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. പൂർവപിതാവായ അബ്രഹാമിനെ കുറിച്ച് അവൻ ശരീരപ്രകാരം എന്തിനെ പ്രവചിച്ചു എന്നാണ് നാം പറയുന്നത്. അബ്രഹാം കർമ്മത്താൽ നീതിക്കപ്പെടുന്നുവെങ്കിൽ അവന് തന്നെ താൻ പുകഴ്ത്തുവാൻ വകയുണ്ടാകുമായിരുന്നു. എങ്കിലും ദൈവസന്നിധിയിലില്ല. തിരുവെഴുത്ത് ഏത് പറഞ്ഞിരിക്കുന്നുവോ, എബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കാണപ്പെട്ടു. പ്രയത്നം ചെയ്യുന്നവനാകട്ടെ അവന്റെ കൂലി കൃപയായിട്ടല്ല അർഹതയായിട്ടാണ് ഗണിക്കപ്പെടുന്നത്. എന്നാൽ പ്രയത്നം ചെയ്യാത്ത പാപികളെ നീതിയിരിക്കുന്നുവെങ്കിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുന്നവന് അവിശ്വാസം നീതിയായി ഗണിക്കപ്പെടുന്നു. അമീനഹായ് മരക്മോ കർത്താവേ
Barakmor Shlomo Lekulkum Evangelion Gadishon Morane Shimshigo Sbarsoma Hinusamen Lukosum Sabrono Dam Sabarhaye Furkon Lolmo Melson the High Anohodes Basar Memsulto Kadisto Mariam Holenden Hokanokwa യേശുമ്പരാനൊരു പട്ടണത്തിലായിരിക്കുമ്പോൾ മുഴുവനും കുഷ്ഠം കൊണ്ട് നിറഞ്ഞ ഒരു മനുഷ്യൻ വന്നു. യേശുമ്പരാനെ കണ്ട് കവിണ്ണു വീണ് അവനോട്, എന്റെ കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു പറഞ്ഞു. യേശുമ്പരാൻ തന്റെ കൈ നീട്ടി അവനെ തൊട്ടു. അവനോട്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാവുക എന്ന് പറഞ്ഞു. ഉടൻ തന്നെ അവന്റെ കുഷ്ഠം വിട്ടുമാറി. അവൻ അവനോട് കൽപ്പിച്ചു, നീ ആരോടും ഇത് പറയരുത്. എന്നാൽ നീ പോയി മോശ കൽപ്പിച്ചിട്ടുള്ള പ്രകാരം ആചാര്യന്മാരുടെ സാക്ഷ്യത്തിനായി നിന്നെ തന്നെ അവർ കാണിച്ചു കൊടുക്കുകയും ശുദ്ധീകരണത്തിന് വേണ്ടി വഴിപാട് കഴിക്കുകയും ചെയ്യുക. അവനെ കുറിച്ചുള്ള കീർത്തി അധികമായി വ്യാപിച്ചു. അവനിൽ നിന്ന് വചനം കേൾക്കുവാനും രോഗങ്ങളിൽ നിന്ന് സൗഖ്യം ലഭിക്കുവാനുമായി വളരെ ജനങ്ങൾ വന്ന് കൂടിക്കൊണ്ടിരുന്നു. അവൻ നിർജ്ജന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചുകൊണ്ടും ഇരുന്നു. സൂര്യാസ്തമയത്തോടുകൂടി പലവിധ രോഗങ്ങളാൽ വളർന്നിരുന്ന സർവ രോഗികളെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഓരോരുത്തരുടെയും മേൽ തന്നെ കൈവച്ച് അവരെ സൗഖ്യമാക്കി. പിശാചുക്കൾ കൂടിയും നീ ദൈവപുത്രനാകുന്ന മെസ്സിയാകുന്നു എന്ന് അട്ടഹസിച്ചു പറഞ്ഞുകൊണ്ട് അനേകരിൽ നിന്ന് ഒഴിഞ്ഞുപോയി. താൻ മെസ്സിയാകുന്നുവെന്ന് അറിഞ്ഞിരുന്നത് പറയുവാൻ സമ്മതിക്കാതെ അവൻ അവരെ വിലക്കി. ബാരക്മോ ശൈനോ വസ്ലോ മുൽകുൽക്കൂ ജയമേറ്റോ വൃതരാ ആശിഹായൻ പൂർവരം ഓശാബലയം ശോഭിച്ചതിനാലേ നാഥൻ സാത്താ മേലിനാൾ ശ്രേഷ്ഠത പൂണ്ടല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ല മഹത്വവും നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാനടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. ശൂന്യതയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ച് യഥാസ്ഥിതിയിലാക്കി തീർത്ത ഉന്നതനും ശ്രേഷ്ഠനും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് തന്റെ വിലയേറിയ രക്തം മുഖാന്തരം അടിയങ്ങളെ ഉദ്ധരിച്ച് പുത്രസ്വീകാര്യത്തിന് ഞങ്ങളെ നിയോഗിച്ച
പ്രധാനാചാര്യനുമായ കർത്താവിന് ദൈവികമായ ഈ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സർവ്വപെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും കാലങ്ങളിലും ആയുസ്സിൻ ദിനം മുഴുവനിലും സ്തുതിയും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. പുലഹുനിയോമോസോ കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്നതായ ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയമായ വിശുദ്ധരഹസ്യങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും ഈ വന്യാചാരണകളാൽ കുന്തിരിക്കാൻ വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. എങ്കിലോ പാപരിഹാരമേകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നതിനുമായ ദൈവം തമ്പുരാനെ, സ്നേഹപൂർവമായി നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ അടിയന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ ഈ ജനം മുഴുവന്റെയും പാപങ്ങളെയും അവിടുന്ന് കൃപയോടെ മായിക്കണമേ. ഉത്തമനെ ദൈവതോന്നി അടിയങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, അവിടുത്തെ കരുണയാൽ അടിയങ്ങളെ നീ ഓർക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മഹത്വമുള്ള നിന്റെ പരിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെയും അവിടുന്ന് ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസമേകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താവേ, മഹത്വനാഥ മശിഹാരാജാവേ, ഞങ്ങൾക്കും അവർക്കും അവിടുന്ന് വിമോചകനും വിമോചനവും ആയിരിക്കണമേ. നാഥ, ഞങ്ങൾക്കുത്തരമല്ലേണമേ. തുണയ്ക്കായി എഴുന്നള്ളണമേ. സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ അവിടുന്ന് സംരക്ഷിക്കുമാറാകണമേ. അടിയങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അവിടുന്ന് കൈക്കൊള്ളണമേ. ദൈവമേ, സർവ കാഠിന്യമേറിയ ശിക്ഷകളും ദയാപുരസരം ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപുരസരം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് അടിയങ്ങളെ നീ അർഹരാക്കി തീർക്കണമേ. അവിടുത്തേക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും അവിടുത്തെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം അടിയങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും അവിടുത്തേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോവം കൂലസ്ബാൻ തന്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന ഉത്തമായിടേനായുള്ളോവേ, നിനക്ക് സ്തുതി. ഭൂമിയിലെ നിന്യപൂഴിയായ അടിയനെ ദൈവീക രഹസ്യങ്ങളുടെ തിരുനിവാസ സ്ഥാനത്ത് പ്രവേശിക്കുവാൻ കരുണയോടെ നീ അർഹനാക്കി തീർക്കുകയും നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമാകുന്ന മഹോന്നതങ്ങളിലേക്ക് അടിയനെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ ക്രോപന്മാരുടെയും അവിടുത്തേക്ക് കാദീശ പാടുന്നവരായ സ്വപ്പന്മാരുടെയും ഗണത്തിൽ അടിയനെ ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ ദൈവമേ, നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇതാഗ്നിമയമായ ഈ സ്ഥലത്ത് നിന്റെ അഗ്നിസിംഹാസനം മുൻപാകെ നിന്നുകൊണ്ട് നിന്റെ ഈ ജനത്തിന് പാപപരിഹാരവും സൃഷ്ടി മുഴുവനും വേണ്ടി മോചനവും അടിയൻ യാചിക്കുന്നു. നാഥ, ആവശ്യക്കാരുടെ മുൻപിൽ നിന്റെ സമൃദ്ധമായ ശ്രീഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവകയിലെ ആടുകളിൽ
നിന്റെ അനുഗ്രഹങ്ങളെ ചൊരിയണമേ. കടക്കാരുടെ കടച്ചീട്ടിനെ കീറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങളെ ക്ഷമിക്കണമേ. നഷ്ടപ്പെട്ടു പോയവർ നീ മുഖാന്തിരം തിരിച്ചു വന്ന് തിരുമുൻപാകെ സമ്മേളിക്കണമേ. നാഥ, നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് അടിയങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന ഈ പരിശുദ്ധ ബലിയെ അടിയങ്ങൾ സമീപിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവ് അടിയങ്ങളുടെ കുർബാനയിൽ പ്രീതിപ്പെട്ട് ഇറങ്ങി വന്ന് ഇതിനെ ശുദ്ധീകരിക്കുകയും അനീതികളിൽ നിന്ന് അടിയങ്ങളെ നിർമ്മലാക്കി അനശ്വരമായ വസ്ത്രം അടിയങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ. അടിയങ്ങൾ അങ്ങേക്കും അവിടുത്തെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ കുലസ്ബാൻ ലവൽമീ. അവിടുത്തെ പ്രാർത്ഥനകളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. Husoyon khawbe shubkono dagtohe batraihun والمين لأولام والمين ينوم ذم خلو خطويو ينبي ما كاديس عبو كاديسو സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണുഹൃദയം കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവ്വലോകങ്ങളുമായ പിതാവിനും ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തെ പിതാവോട് നാരിക്കുന്നവനും സകലം തമ്മിലുള്ളവായവനും മനുഷ്യരായ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തിരുമനസായപ്രകാരം ഇറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിൽ നിന്നും ശരീരമായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടം അനുഭവിച്ച് മനുഷ്യടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർന്നതിനായിട്ട് സ്രോതത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ അടുത്ത ഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധവാൻ തന്റെ വലിയ അമൃതത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് വേർപെട്ട് പിതാവിനോടും ഇത്രോടും കൂടെ വധിക്കപ്പെട്ട് ശ്രദ്ധിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്നേഹന്മാരും ഭാഗത്ത് സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള റൂഹായിലും കാതോലികവും ശ്രേയകവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ ഒന്നു മാത്രമുള്ള ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോരെ വരുവാനുള്ള ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. സമയമിതാ മോചിക്കും നാ
ഇതു നമസ്കാര സമയം ഇതു തന്നെ കരുണാസമയം കൃപചേ തീരണമേ നാഥാ കൃപചേ യുഗധനിവാ നാഥാ നീയോ കരമരുളി അടിയാരോട് കൃപ ചെയ്യണമേ ഉന്നത പദവി ഏറിയതാ ഇന്നിപ്പോൾ പട്ടക്കാരൻ അനുഭവിച്ചിടും നോർന്നായി അനുഷ്ഠിക്കും നീ കുർബാന ദൈവമായ കർത്താവേ, സമയത്ത് സ്നേഹവും ഐകമത്യവും പരിപൂർണമായ സമാധാനവും അടിയങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. ഞങ്ങൾ അങ്ങേക്കും അവിടുത്തെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. ഹോശോ ഖുലസ്മാൻ ലവൽമീ മാർക്കുമോർ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദൈവമായ ചുംബനത്താൽ ഓരോരുത്തരും അവന്റെ അടുത്തു വന്ന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധമായ സമാധാനത്തിന് ശേഷം കരുണകർത്താവിന്റെ മുമ്പാകെ നാം തലവനിക്കണം. നിന്റെ പരിശുദ്ധ മദ്ബഹായുടെ തിരുമുൻപാകെ തലകുനിച്ച് നിൽക്കുന്ന നിന്റെ മക്കളെല്ലാവർക്കും ദൈവികമായ കൃപയുടെ ആവാസം നൽകുമാറാകണമേ. അടിയങ്ങൾ അങ്ങേക്കും അവിടുത്തെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. ഹോശോ ഖുലസ്ബാൻ ലഉൽമീ. ദൈവമായ കർത്താവേ, അവിടുത്തേക്ക് അടിയങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളെയും അടിയങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ അടിയങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിച്ച് ശക്തീകരിക്കുമാറാകണമേ.
അടിയങ്ങൾ അങ്ങേക്കും അവിടുത്തെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. ഹോശോ കൂലസ്ബാൻ ലൗൽമീ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടുപ്പോടും വിശ്വയോടും സ്നേഹത്തോടും വിശ്വാസത്തോടും നല്ല ദൈവത്തോടും കൂടെ സന്യാചാരണകളാൽ നമ്മുടെ ഭാഗ്യം വഹിക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധമായ കുർബാനയെ സൂക്ഷിക്കണം. എന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുടെ വലിയ സ്ഥലത്തിന്റെ ഉടനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും വണയ്ക്കുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എൻ്റെ സഹോദരരെ നിങ്ങളേവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും മേലിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്നിടത്ത് ആയിരിക്കണം. ഭക്തിയോടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. കർത്താവേ, പരിശുദ്ധ മാലാഖമാരുടെയും പ്രധാന മാലാഖമാരുടെ ഗണങ്ങളോടും ഒരുമിച്ച് സ്തുതിവചനങ്ങൾ കീർത്തിച്ചുകൊണ്ട് അടിയങ്ങൾ കാദീശ് ഗാനങ്ങളാൽ ഉച്ചത്തിൽ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. മാസഖീനാൻ ഓ മറീന പരിശുദ്ധൻ 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 ില്ലാത്തവനായ താൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി താൻ ഏൽപ്പിക്കപ്പെട്ട ആ ഭീകര രാത്രിയിൽ കളങ്കരഹിതവും നിർമ്മലവുമായ തൃക്കരങ്ങളിൽ അപ്പം എടുത്ത് പിതാവാം ദൈവമേ അങ്ങേ കാണിച്ച് സ്തോത്രം ചെയ്ത ശേഷം വാഴ്ത്തി ശുദ്ധീകരിച്ച് ഖണ്ഡിച്ച് തന്റെ സിഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പിൻ. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു. വൽഹായേ ദല്ലോലം ഒന്നി. പ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ കാസായും എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ സിഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുവിൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും
അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുന്നതും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുന്നതുമായ പുതിയ നിയമത്തിൻ്റെതായ എൻ്റെ രക്തമാകുന്നു. വൽഹായേ ദല്ലോലം ഈ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നവരെ എൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് എൻ്റെ ഓർമ്മയ്ക്കായി പ്രകാരം ചെയ്യുവീൻ. അദാമോ ദോസേനോ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് പറയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നേൽപ്പിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരെയും മേലും ഉണ്ടായിരിക്കണമേ. ദൈവമായ കർത്താവേ, അവിടുത്തെ സഭ നിന്റെ രക്ഷാകരമായ പരസ്യ ശുശ്രൂഷ മുഴുവനായും എല്ലാവർക്കും അവനവന്റെ പ്രവൃത്തിക്കനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന ഭ്രമജനകമായ നിന്റെ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഈ ഇടവകയും നിന്നോടും നീ മുഖാന്തിരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ, അടിയങ്ങളോട് കാരുണ്യം ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. വാഴ്ത്തിനുള്ളവരെ ചെയ്യുന്ന പരിശുദ്ധ സ്വർഗമാകുന്ന അവയിലുള്ളവരിൽ നിന്ന് വൃതാത്തുടങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ പൊരുതി ആശ്രയിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴികയെ എത്ര ഭയങ്കരവും ഈ സമയം എത്ര ആഗ്രഹിക്കുന്നതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും കൊണ്ട് പ്രാർത്ഥിപ്പേ. ഞങ്ങളെല്ലാവരും കൂടെ സമാധാനം ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടാകണമേ. കർത്താവേനോടുത്തരമല്ലണമേ, കർത്താവേനോടുത്തരമല്ലണമേ. നാഥ, അടിയനോടുത്തരമല്ലതേതോന്നി അടിയങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഈ അപ്പത്തെ ആശീർവദിച്ച് ഇതിനെ ഞങ്ങളുടെ ദൈവമായ മശിഹാതമ്പുരാന്റെ തിരുശരീരമാക്കി തീർക്കുമാറാകട്ടെ. കാസായന കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ മശിഹാതമ്പുരാന്റെ തിരുരക്തവുമാക്കി തീർക്കുമാറാകട്ടെ. ദൈവമായ കർത്താവേ, ഈ വിശുദ്ധ ശരീരവും തിരുരക്തവും അനുഭവിക്കുന്നത് മുഖാന്തിരം ഇവ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ പരിശുദ്ധമാക്കി തീർക്കണമേ. അടിയങ്ങൾ നിത്യജീവന് അർഹരായി ഭവിക്കുമാറാകണമേ. ഞങ്ങൾ അങ്ങേക്കും അവിടുത്തെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. ഹോശോ കുലസ്ബാൻ ലവൽമീ. ആയുഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന് 4 ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോലും നമ്മുടെ പാത്രിയർക്കീസായ മോറാൻമോർ ഇഗ്നാത്തിയോസ് സഖാ പ്രഥമനു വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക പൂൻമോർ ബാസേലിയോസ് തോമസ് പ്രഥമനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരന പൂൻമോർ ഇവാനിയോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള
സകല എപ്പിസ്കോപ്പുമാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും ഇതിലെ ഇടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ വാർദ്ധക്യവും നൽകണമേ. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ നാഥാ അവിടുന്ന് ഇതിലെഴുന്നേൽപ്പിക്കുകയും ചെയ്യുമാറാകണമേ. അടിയങ്ങൾ അങ്ങേക്കും അവിടുത്തെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. ഹോശോ ഖുലസ്ബാൻ ലവൽമീ. ബാർക്ക്മോർ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിൽ ഈ സമയത്തും ഞങ്ങൾ ഓർക്കാനായിട്ടും നിസ്സഹാരം ബലഹീനമായി മുൻകൂട്ടി കൽപ്പിച്ചു ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെയും എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകാനായിട്ട് അവർ സുഹൃത്തുമുള്ള തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിജ വിചാരിച്ച് നിന്റെ ആരാധകരുടെ അപേക്ഷാസ്വരം നീ കേൾക്കണമേ. നിന്റെ സഭ നിനക്കണയ്ക്കുന്ന കാഴ്ചകളെയും ആദ്യ ഫലങ്ങളെയും അംഗീകരിക്കുമാറാകണമേ. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ബലികളെ കൈക്കൊള്ളുന്നവനാകുന്നുവല്ലോ. അടിയങ്ങൾ അങ്ങേക്കും അവിടുത്തെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. ഹോശോ ഖുലസ്ബാൻ ലവൽമീ. ബാറക്മോർ 4 ഭാഗങ്ങളിലുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാക്കളെയും സത്യവിശ്വാസം നിലനിർത്തിയുറപ്പിച്ച സകല സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘം ക്രിസ്ത്യാനി സമൂഹം മുഴുവൻ സുഹൃത്തുള്ളവരെ തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ മേൽ ഭരണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവരുടെ ചിന്തകളെ നീ സമാധാനപരമാക്കി തീർക്കണമേ. അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും കൈകളിൽ നിന്ന് തമ്പുരാനെ അടിയങ്ങളെ നീ സംരക്ഷിക്കണമേ. ഞങ്ങൾ അങ്ങേക്കും അവിടുത്തെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. ഹോശോ ഖുലസ്ബാൻ ലവൽമീ. ബാർക്ക്മോർ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മാത്രമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യതയുമായ ദേവമാതാ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരെയും നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ത്രീയന്മാരെയും ഏവൻഗിലേസ്തന്മാരെയും സഹോദരന്മാരെയും മൗദ്യാന്മാരെയും ഭാഗ്യാനന്ദന്റെ യജമാന്റെ മുന്നോട്ടുകാരനുമായ മോർ യോഹന്നാൻ മംദാനിയും ഷെമാശന്മാരിൽ പ്രധാനിയും സഹോദരന്മാരിൽ മുമ്പനും പരിശുദ്ധനുമായ മഹത്വനുമായ മോർ സ്തെഫാനോസിനെയും സ്ലീഹന്മാരിൽ തലന്മാരുണ്ടെന്നപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും നമ്മുടെ കാൽപിതാവായ മോർ തോമാസ് ലീഹായെയും ശേഷം സകല ശുദ്ധന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധന്മാരുടെ വാസങ്ങളിൽ അടിയങ്ങളെ സംരക്ഷിക്കണമേ. അവരുടെ ഗണങ്ങളിൽ അടിയങ്ങളെയും ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് അടിയങ്ങൾ അങ്ങേക്കും അവിടുത്തെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. ഹോശോ ഖുലസ്ബാൻ ലവൽമീ. ബാർക്ക്മോർ ശ്ലൈകവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകൂട്ടി പ്രാച്ചു ശ്രമിക്കുന്നവരെയും നിഖ്യായിലും കുസ്തുവിനോപോലിസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും
പരിശുദ്ധങ്ങളുമായ 3 പുതുസുനോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിന്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹോദായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവനാസ്യോസും അത്താനാസ്യോസും യൂലിയോസും ബാസേലിയോസും ഗ്രീഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും പീലക്സീനോസും അന്തിമോസും ഇവാനിയോസും ദൈവമായ വചനം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവേ മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മോർ കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണുമൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന എല്ലായ്പ്പോഴും പ്രസംഗിച്ചവരുമായ ഞങ്ങളുടെ പാത്രിയർക്കീസ് മോർ സേവേറിയോസും സത്യവിശ്വാസത്തെ നടത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മാർ യാക്കോബ് പ്രധാനായും മോർ അഫ്രേമും മോർ യാക്കോബും മോർ ഇസാക്കും മോർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മോർ വർഷവുമായും മോർ ശമോൻ ദസ്തോനോയും തെരഞ്ഞെടുക്കപ്പെട്ട മോർ അബഹായും മോർ ഇഗ്നാത്യോസ് ഏലിയാസ് തൃതീയൻ പാത്രിയർക്കീസും മോർ ബെസേലിയോസ് ഫ്രിയാനയും മലങ്കരയിലെ മോർ ഗ്രിഗോറിയോസും മോർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാവായും സ്ലീബ മോർ സ്താത്യോസ് ബാവായും പൗലോസ് മോർ അത്താനയോസ് തിരുമേനിയുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോട് കൂടെയും ഇവരുടെ പിമ്പുമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നാഥ, പരിശുദ്ധ പിതാക്കന്മാർ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള സത്യവിശ്വാസ അടിയങ്ങളെ കാത്തുകൊള്ളണമേ. പരിശുദ്ധാത്മപ്രേരിതമായ വിശ്വാസ സത്യങ്ങൾ അടിയങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കുകയും ചെയ്യണമേ. അവരോടുകൂടെ ഭാഗ്യരമാമിസം നിന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധാത്മാവിനെയും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും സ്തുതിക്കുവാൻ അടിയങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഹോശോ വബ്കുലസ്ബാൻ അറിവുകളുടെയും സകല ജനങ്ങളുടെയും പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ കൂട്ടി ദുർപ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും ഈ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ നിന്റെ കരുണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്നട്ട് പറയണം. വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോയവരുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുതേ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തോട് ബന്ധപ്പെട്ടുള്ളവരിൽ നിന്റെ ഏകജാതൻ ഒരുവൻ മാത്രമല്ലാതെ നിഷ്കളങ്കനായി മറ്റാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി അടിയങ്ങളും അവരും അവനിൽ തന്നെ ശരണം പ്രാപിക്കുന്നു. മനസ്സോടാതെ അറിവോടെ കൂടാതെ
നിന്റെ തിരുമുമ്പിൽ ഞങ്ങൾ വെറും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. നാഥാ, ഞങ്ങളിൽ നിന്നും അവരിൽ നിന്നും പാപഭാരങ്ങളെ നീക്കണമേ. പ്രമാണലംഘനങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും അവിടുന്ന് പാപപരിഹാരകനും വിമോചകനുമായിരിക്കണമേ. തന്മൂലം സർവത്തിലും ബഹുമാന്യവും അനുഗ്രഹീതവുമായ അവിടുത്തെ തിരുനാമവും കർത്താവേശുമിശിഹായുടെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമങ്ങളും ഞങ്ങളാലും ഞങ്ങൾ മൂലവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും സ്തുതിച്ച് പുകഴ്ത്തപ്പെടുമാറാകണമേ. ഹോശോ വബ്കുലസ്ബാൻ ആമീൻ. നല്ലൊരു നാടിന പ്രകാരം തന്നെ എനിക്ക് തലമുറ തലമുറയായി സകല തലമുറയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായി അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വലിയവനും യേശുമിശിഹായാം ദൈവത്തിൻ്റെ കരുണ എൻ്റെ സഹോദരരെ നിങ്ങളേവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഭ്രാതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും ഉപദേശകന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും അന്യോന്യം നാം ഓരോരുത്തരുടെയും
ആത്മാക്കൾക്കായ ധാരണമായ അനുഗ്രഹങ്ങളും കരുണയും നാം യാചിച്ചു, വീണ്ടും യാചിക്കുകയും ചെയ്യുന്നു. സ്ഥലത്തിനെയുടനായിരിക്കുന്ന ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തന്റെ പുത്രനെ വന്ദിക്കുകയും ജീവനുള്ള തന്റെ പരിശുദ്ധ റൂഹായി മഹത്വപ്പെടുത്തുകയും കാരുണ്യവാനായ താനുകളിൽ നമ്മുടെ ജീവനെ പരിവേൽപ്പിച്ച തന്നെയോട് അനുഗ്രഹങ്ങളെ യാചിക്കുകയും ചെയ്യണം. ഉത്തമനായുള്ളവേ, ദയതോന്നി ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. കാരുണ്യവാനായ പിതാവാം ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് അടിയങ്ങളുടെ വായുകളും അധരങ്ങളും തുറക്കുകയും ഞങ്ങളെല്ലാവരുടെയും ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും അടിയങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും വെടിപ്പാക്കുകയും ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകി തരണമേ. ഞങ്ങളുടെ കാഴ്ചകൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വം എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, എപ്പോഴും നീ ഞങ്ങളുടെ ബലഹീനതയ്ക്ക് സഹായിയും തുണയും പരീക്ഷകളിൽ നിന്നുള്ള കാവൽക്കാരനും രക്ഷകനുമായിരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും നിന്റെയും നിന്റെ ഏകജാതന്റെയും പരിശുദ്ധാത്മാവിന്റെയും ആകുന്നു. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധരഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പിൽ വീണ്ടും കാരണവാനായ കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായുള്ളവേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ അദൃശ്യമായ വലതുക്കരം നീട്ടി അടിയങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളിൽ നിന്നും അടിയങ്ങളെ നീ നിർമ്മലമാക്കി തീർത്ത് നിന്റെ ഏകജാതന്റെ വിശുദ്ധ ശരീരവും തിരുരക്തവും അനുഭവിക്കുവാൻ അടിയങ്ങൾക്ക് എല്ലാവർക്കും അവിടുന്ന് ഇടയാക്കണമേ. അവൻ മുഖാന്തരം അവനോടുകൂടെ അങ്ങേക്കും അവിടുത്തെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും യോഗ്യമാകുന്നു. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദിയും അന്തവുമില്ലാത്തതും വന്ദിക്കപ്പെട്ടതും സാരാംശം ഒന്നായിരിക്കുന്നതുമായ ത്രിത്വത്തിന്റെ കൃപയും കരുണകളും എൻ്റെ സഹോദരരെ നിങ്ങളെവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധനായിരിക്കും എന്നേക്കും സ്തുതി. കരുണയോടെ ലോക
പരിശുദ്ധനായ പിതാവ് നമ്മോടുകൂടെ. തന്റെ വിലയേറിയ കഷ്ടാനുഭവം മുഖാന്തരം ലോകത്തെ രക്ഷിച്ചു എന്ന പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതും ഉണ്ടാകുവാനുള്ളതുമായ സർവത്തെയും പരിപൂർണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധാത്മാവും നമ്മോടുകൂടെ. കർത്താവിൻ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ഞങ്ങളുടെ മേൽ കരുണയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളും എന്നേക്ക് ശരിപ്പെടുമാറാകണമേ. കർത്താവേ, നിന്റെ കരുണയുടെ വാതിൽ തുറന്നു വരേണമേ. ഞങ്ങൾ ലജ്ജിക്കാതിരിപ്പാൻ മാത്രം ആശ്രയിക്കുന്നു. അവിടുത്തെ കരുണയാൽ സകല പ്രയാസങ്ങളിൽ നിന്നും അടിയങ്ങൾ രക്ഷപ്പെട്ട് വീണ്ടെടുക്കപ്പെടുമാറാകണമേ. നാഥ, നീ ഞങ്ങളുടെ വംശത്തിൻ രക്ഷകൻ വീണ്ടെടുപ്പുകാരനുമാകുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് അശേഷം കോപിക്കരുതേ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും കൈവേലയുമാകുന്നു. നിന്നെ പ്രസവിച്ച പരിശുദ്ധ മറിയാമിന് തിരുസന്നിധിയിൽ അപേക്ഷയും മുഖപ്രസാദവും ഉള്ളതിനാൽ നല്ലവനെ ദൈവതോന്നി അടിയങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. സർവേശ്വരവചനം നരനായി തീരാൻ കുതിച്ച തിരഞ്ഞെടുത്ത കന്യകമറിയാമേ, ചിന്മയനുടെ ജനനേ, നന്മ നിറഞ്ഞോളേ, അൻപോടു
അലിവോടു തരമരുളണമേ. നിന്നാദാവിൻ പ്രാർത്ഥന കേട്ടറിയാരിൽ നന്മകൾ ചൊരിയണമേ. വാഴ്വുകളേകണമേ, വാഴ്വുകളേകണമേ. പരിശുദ്ധ സ്ഥലത്ത് സർവ വിശുദ്ധന്മാർക്കുപരിയായി സ്ഥിതി ചെയ്യുന്ന വചനമാൻ ദൈവത്തെ പ്രസവിച്ച പരിശുദ്ധ അമ്മേ, അവിടത്തോട് അടിയങ്ങൾ അപേക്ഷിക്കുന്നു. രക്ഷിതാവിൻ ജനത്തിനായി പിതാവാം ദൈവത്തിന്റെ തിരുവിഷ്ടത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയും മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗീയ നിയോഗത്തിന് തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്ത മാതാവേ, അനാവിലക്കുറവിനെ തന്റെ മധ്യസ്ഥതയാൽ തന്റെ ഏകജാതനെ കൊണ്ട് പരിഹരിച്ചു കൊടുത്ത അമ്മേ, അവൻ കൽപ്പിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യുവീനെന്ന ഏക പ്രസംഗത്തിലൂടെ പ്രശ്നപരിഹാരത്തിനുള്ള ഏകമാർഗം കാണിച്ചു തന്ന മാതാവേ, സതയിലൂടെ കടന്നുപോയിട്ടും എപ്പോഴും കർത്താവിനോട് കൂടെയായിരുന്ന പരിശുദ്ധ അമ്മേ, രോഗികൾക്കും പീഡിതർക്കും പ്രയാസം അനുഭവിക്കുന്നവർക്കും അഭയസ്ഥാനമായ പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ അപേക്ഷ കേട്ട് കർത്തൃസന്നിധിയിൽ അടിയങ്ങളെ സമർപ്പിച്ച് അടിയങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, അടിയങ്ങളിൽ പലരും മാറാത്തതും മാരകവുമായ അനേകം രോഗങ്ങളാൽ പീഡിതരായിരിക്കുന്നു. സന്താന ഭാഗ്യമില്ലാതെ ഹന്നായെപ്പോലെ ഹൃദയം പകരുന്ന അനേകരുണ്ട്. പലരും പകയും പിണക്കവും മൂലം തമ്മിലറിയാതെയും അകന്നും കഴിയുന്നു. ബന്ധുക്കളായവരും മിത്രങ്ങളാകേണ്ടവരും വിദ്വേഷത്തിലും വ്യവഹാരത്തിലും അകപ്പെട്ടിരിക്കുന്നു. ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരും അനവധിയാകുന്നു. അശുദ്ധി, ആഭിചാരം, അസൂയ, മദ്യപാനം, ജാരശങ്ക, ദ്രവ്യാഗ്രഹം മുതലായ ജഡീക പ്രവർത്തനങ്ങളാൽ സമാധാനം നഷ്ടപ്പെട്ട് അശാന്തിയിൽ കഴിയുന്ന അനേകം കുടുംബങ്ങളുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസം, ഉപജീവനം, വിവാഹം, ഗൃഹനിർമ്മാണം മുതലായവയെ ചൊല്ലി അനേകരും വ്യാകുലപ്പെട്ടിരിക്കുന്നു. പ്രകൃതി കോപങ്ങളാലും അപ്രതീക്ഷിത അപകടങ്ങളാലും കടക്കിണിയിൽ കഴിയുന്ന അനേകരുണ്ട്. പരിശുദ്ധ അമ്മേ, കർത്താവ് അറിയാതെ യാതൊന്നും സംഭവിക്കുകയില്ല എന്നും അതിനാൽ അവയെല്ലാം അടിയങ്ങളുടെ ആത്യന്തികമായ നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തുമെന്നും ഉറച്ചു വിശ്വസിക്കുവാൻ അടിയങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, നിന്റെ മധ്യസ്ഥതയാൽ ലോകം, ജഡം, പിശാച് ഇവയുണ്ടാക്കുന്ന സർവപ്രലോഭനങ്ങളെയും പ്രശ്നങ്ങളെയും പരീക്ഷകളെയും അതിജീവിക്കുവാൻ അടിയങ്ങളെ നീ ശക്തീകരിക്കണമേ. പരീക്ഷകളോട് ചേർത്ത് ദൈവം ഒരുക്കിയിട്ടുള്ള രക്ഷാമാർഗം കണ്ടെത്തുവാനും അമ്മയുടെ മധ്യസ്ഥത അടിയങ്ങൾക്ക് മാർഗദീപമാകണമേ. യോബിന്റെ മുഖത്തെ ആദരിച്ച് എലീഫസിനോട് കൃപ ചെയ്തവനെ, പരിശുദ്ധ അമ്മയെ ഓർത്ത് ഈ നിന്റെ ദാസരോട് കൃപ ചെയ്യണമേ. പരിശുദ്ധ സഭയെയും അതിലുള്ള സർവരെയും അതിൻ്റെ സർവ്വതിനെയും അവിടുന്ന് കാത്തുകൊള്ളണമേ. ഈ ലോകത്തും ഈ ദേശത്തും ഞങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന സർവ അനുഭവങ്ങളെയും നിന്നെ അറിയുവാനും നിങ്ങളിലേക്ക് അടുക്കുവാനുമുള്ള മുഖാന്തരങ്ങളായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ തിക്താനുഭവങ്ങൾക്കും കാരണമായി ഞങ്ങളിലുള്ള സർവ്വതും ഞങ്ങളെല്ലാവരിൽ നിന്നും നീക്കിക്കളയണമേ. ഞങ്ങൾക്കും ഞങ്ങളുടെ വാങ്ങിപ്പോയ സർവർക്കും വന്നുപോയിട്ടുള്ള സർവപാപങ്ങളും കടങ്ങളും ക്ഷമിച്ച് അവർക്ക് ആശ്വാസമരുളുകയും
അടിയങ്ങളുടെ ശാപബന്ധനങ്ങളെ അഴിച്ചു കളയുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മയോടും വിശുദ്ധ വൃന്ദം മുഴുവനോടും ഒരുമിച്ച് പരിശുദ്ധ ത്രിത്വത്തിന് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കർത്താവേ കരുണ ചെയ്യണമേ എന്ന് ധ്യാനിച്ച് കുറിയേലായിസോൻ എന്ന് അട്ടഹസിച്ചു ചൊല്ലാം. കർത്താവേ കരുണാവാതിലിൽ മുട്ടി വിളിക്കുന്നു. ുത്തരമരുളണമേ നിന്മാതാവിൻ പ്രാർത്ഥനകേ കടിയാറിൽ നന്മകൾ ചൊരിയണമേ. വാഴ്വുകളേ ഗണമേ വാഴ്വുകളേ ഗണമേ. കുറിയേലൈസോൻ കുറിയേലൈസോൻ നാഥ കൃപ ചെയ്തിടണമേ. നാഥ കൃപ ചെയ്തിടണമേ. നാഥ കൃപ ചെയ്തിടണമേ. കൃപ ചെയ്യണമലിവാ. നാഥ കൃപ ചെയ്യണമലിവാ. നാഥ കൃപ ചെയ്യണമലിവാ. നാഥ ഉത്തരമരുളണമേ. നാഥ ഉത്തരമരുളണമേ. നാഥ ഉത്തരമരുളണമേ. ശുഭഹോലോകുമോരാൻ ശുഭഹോലോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ ദുരവിഷ്ണം സ്രോതരെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ പോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിനോടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുർബലമായ ഞങ്ങളുടെ കർത്താവേ വാഴ്ത്തപ്പെട്ടവളാകുന്നു. ശുദ്ധമുള്ള മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ സമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വർദ്ധിക്കും അവർക്ക് ദുഷ്ടേ പുഷ്ടികളും പാറയ്ക്കുമോ. ബഹുമാനിച്ചോർക്കാൻ സൗമൻ കാലസ് കുറിയേല
ഭാഗ്യം സ്നേഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിനെ പാർക്കുമോ കാംക്ഷിച്ചൊരു സഹദേ വളർച്ചകൾ ഉന്നത പാദമേറി മുറിയോറാകിന്മേലൈനു ആധാരേ നേടുക പുണ്യ സത്യമതാ രക്ഷകദാന്യേ സ്തോത്രം തേ നിൻകൃപയാകണമേ ശുദ്ധൻ 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 നീ ഉന്നതനേശമകരനേ ജനനേ സീത മാർവരന ഓർമ്മയെ വേഗുമാനി പോലെ വന്ദിക്കപ്പെട്ടവൻ സ്തുതിക്കപ്പെട്ടവനാകുന്നു ആദ്യം മുതൽ തലമുറയും തനിക്ക് സ്തുതി من مدبخو كمسيونوني كوسوسو يولبدي بارالوخو ديسول بركونان وادني سميت لوخومان بجنسان لولمي آمين صوت مريالوخو يامينوخو لبسنيسو باركو إلكن شوخونو دسوكو دايك دن قبلي مقالي وصاب دك دوميك مورن مالوخان لولمي آمين نهما دالوخو ديناي كشيخو لينو نوسبيكون آلكو دالوخو نخوون علين واليكون بطريكون والمي لولم والمي കൃപ ചെയ്യണമേ തരമരുളി കൃപ ചെയ്യണമേ നിനക്കു സ്തുതി കൃപകളിലും നാഗണമേ ഹല്ലേലൂയ
നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ ഞങ്ങൾ ഭക്ഷിച്ചു എന്ന നിന്റെ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യമുണ്ടാക്കുന്ന തിരുരക്തവും രക്ഷയ്ക്കും പ്രതികാരത്തിനുമായി ഭവിക്കരുത്, എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. അവരുടെ ശരണവുമായോരേ നിന്നെ കൊണ്ടിടുവേ ലോകം നാമുകൾ നിന്നാമം വാഴ്ത്തും. നിന്റെ ദൈവികമായ മേശയിൽ നിന്ന് ആനന്ദം അനുഭവിച്ചിരിക്കുന്നവരായ അടിയങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും നിന്റെ മനുഷ്യസ്നേഹത്തെ വന്ദിക്കുകയും ചെയ്യുന്നു. അങ്ങേക്കും അവിടുത്തെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും അടിയങ്ങൾ സ്തുതി കരേറ്റുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊടുത്തതിനു ശേഷം വീണ്ടും കാരണവാൻ തലകുനിക്കണം. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വലിയവനും മെസ്സീനുമായ ദൈവം തമ്പുരാനെ, അടിയങ്ങളിൽ ദൈവതോന്നി അടിയങ്ങളോട് കാരുണ്യം ചെയ്യണമേ. അടിയങ്ങൾ അങ്ങേയും അവിടെ ജനകനായ പിതാവാൻ ദൈവത്തെയും പരിശുദ്ധാത്മാവാൻ ദൈവത്തെയും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും സ്തുതിച്ചു പുകഴ്ത്തുമാറാകണമേ. കരുണാവാരിധി വൈദ്യൻ വന്നാൻ ദീനന്മാർക്കായി പരവശരോഗികൾ അവനിൽ നിന്നും സൗഖ്യം നേടി. കുഷ്ഠത്താലെ സ്വജനഭ്രഷ്ടൻ കരുണയിരന്നാൻ ഗുണനിധിനാഥൻ ദീനനു ശരണം തികവായേകി. തൻകരത്താരാൽ രോഗാരിഷ്ടത പോക്കിയ നാഥ പാപപുണ്യഴും ഇവരിൽ ദയവായി സൂക്ഷിക്കണമേ. വഷളാമെങ്ങടെ നിനവും കൃതിയും നീക്കിടണമേ. മോഹക്കരകൾ മായിച്ചിടുക നിർമ്മലരാവാവിന്റെ പാദത്തിങ്കൽ കൂഷ്ടാർത്ഥൻ ചെന്നുച്ചത്തിൽ ചെന്നെ നാഥായിഷ്ടപ്പെട്ടെന്ന മാലിന്യം നീക്കി കാക്ക. കരുണ കടലവനെ തോട്ടു കുഷ്ഠാപ്പാടെ വിട്ടോടി. വേദനയാകാമ്യർക്കാറ്റ മേലിൽ നിന്നുലകം ചേർന്ന വാനവ വൈദ്യ സ്തോത്രം.
പരിശുദ്ധമായ സഹോദരൻ കർത്താവിന്റെ ഭാവരിഹാരപ്രദമായ പരിപീഠനം പ്രാപിച്ചിരിക്കുന്ന വഴിയാഹാരത്തോടും വാഴ്വോടും കൂടെ പരിശുദ്ധവും മഹനീയമായ തത്വത്തിന്റെ കൃപയ്ക്കും കണ്ണിക്കുന്ന ഫലമേൽപ്പിക്കുന്ന ഈ സന്ദർഭത്തിൽ സമാധാനത്തോടെ പോകുവിൻ. ദൂരസ്ഥവിശ്രമിച്ചോട് ജീവനും കർത്താവിന്റെ വിജയസീമാ രക്ഷിക്കപ്പെട്ടവരും വിസമാമോദീസാൽ മുദ്ര കുത്തപ്പെട്ടവരുമേ ഈ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനും പാപിയുമായ ദാസനായ ഞാൻ പ്രാർത്ഥന കണ്ണേറ്റ് സഹായം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് സംതൃപ്തരായി സമാധാനത്തോടെ പോകുവിൻ. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. അവിടുത്തെ പ്രാർത്ഥന ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. നിമയം നാരാരെ നോക്കി വിറച്ചിടുന്നു, അവനെ മേശയിലപ്പം വീഞ്ഞ നീ കാണുന്നു. ആരെ മിന്നലൊടുത്തവർ നോക്കുകിലേനെയും നോടവേ, അവനെ മൺമയർ ഭക്ഷിച്ചു മുഖം തെളിയുന്നേ. കഴിഞ്ഞ സെപ്റ്റംബർ മാസം 30-ാം തീയതി അത് പണിയുവാനുള്ള തീരുമാനം ഉറപ്പിച്ച് നമ്മൾ ഒരുങ്ങി. കൃത്യം 120-ാം ദിവസം ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ കൃത്യം 120-ാം ദിവസം, അതായത് ജനുവരി മാസം 27-ാം തീയതി ആ പണി പൂർത്തീകരിച്ച് നമുക്ക് അന്ത്യകരമായ ഒരു അവസ്ഥ കർത്താവ് തന്നു. നന്ദിയോടെ മഹത്വപ്പെടുത്താം. അതിനുവേണ്ടിയുള്ള ശ്രമത്തിൽ ഒരു പ്രയാസവും ആർക്കും ഉണ്ടായില്ല എന്നത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. പണത്തിനോ മറ്റു തരത്തിലോ ഒന്നും ഒരു തരത്തിലും ഒരു വിഷമവും ഉണ്ടായില്ല. എല്ലാം വളരെ ഭംഗിയായിട്ട് നിർവഹിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ കൃപയാൽ അത് അന്ത്യകരമായി നടത്തി തന്നു. അത് നമ്മുടെ ഒന്നും കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് മാത്രമാണ് എന്ന് എല്ലാവരും ഓർക്കുക. അതിന് ഇപ്പോൾ നമ്മെ പ്രേരിപ്പിച്ചത് വാസ്തവത്തിൽ നമ്മുടെ പള്ളിയും അതിൻ്റെ പരിസരങ്ങളെല്ലാം മനോഹരമാക്കി തീർക്കുവാൻ ദൈവം തമ്പുരാൻ കൃപ ചെയ്തു. അപ്പോൾ അങ്ങനെ മനോഹരമാക്കി തീർത്തുകൊണ്ട് ദൈവം നമ്മോട് ആവശ്യപ്പെട്ടു, എടാ നീ ഇതുകൂടി ശരിയാക്കുക എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആ അർത്ഥത്തിലാണ് നമുക്ക് അത് പൂർത്തിയാക്കുവാനായി ഇടയായി തീർന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 73 പേര് ഇപ്പോൾ അതിലേക്ക് പണം തന്നു. 5 ലക്ഷത്തിൽ ചില്ലുവാനും രൂപ നമുക്ക് പിരിക്കുവാനും സാധിച്ചു. ഞാൻ ഇന്നലെ എഴുതിയ കണക്ക് വെച്ച് നോക്കിയപ്പോൾ ശരിയാണെങ്കിൽ 33,333 രൂപ മിച്ചമുണ്ട്. 33,333 രൂപ. അത് അങ്ങനെയാണ് കണ്ടത് ഞാൻ ആ കണക്ക്. ഞാൻ പറഞ്ഞു വന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും കണക്കിന്ന് കമ്മിറ്റി കൂടും. ആ കമ്മിറ്റി കൂടിയിട്ട് ആ കമ്മിറ്റി വെച്ച് കണക്ക് പൂർത്തിയാക്കിയതിന് ശേഷം ഇവിടെ നിങ്ങളെല്ലാവരെയും അറിയിക്കുകയും ചെയ്യും. ഞാനത് ആമുഖമായിട്ട് ഓർപ്പിച്ചത് അതിനുള്ള ചുമതല നിങ്ങൾ എന്നെ കൂടി ഏൽപ്പിച്ചത് കൊണ്ട് ഞാനത് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പിൻ്റെ 2ാമത്തെ ആഴ്ചയാണ് ആരംഭിക്കുകയാണ് ഇന്ന്. ഈ ആഴ്ചയ്ക്ക് കൊടുക്കുന്ന പേര് കുഷ്ഠരോഗിയുടെ ആഴ്ച എന്നാണ്. ഗർഭോ ആഴ്ച, ഗർഭോ ഞായറാഴ്ച എന്ന് ഈ ഞായറാഴ്ചയ്ക്ക് പേരിട്ടിരിക്കുന്നു. ഈ ആഴ്ചയ്ക്ക് മുഴുവനായിട്ട് ഗർഭോ ആഴ്ച എന്ന് പേരിട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, കുഷ്ഠരോഗിയുടെ ആഴ്ചയായിട്ട് നാം ഇതിനെ ചിന്തിച്ചുകൊണ്ട് നാം ഓരോരുത്തരും ഓരോ കുഷ്ഠരോഗിയാണെന്ന് നമ്മെപ്പറ്റി ചിന്തിച്ചുകൊണ്ട്, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധരാക്കുവാൻ കഴിയും എന്നുള്ള പ്രാർത്ഥന നമുക്ക് ഈ ആഴ്ച മുഴുവനും നമ്മുടെ ഹൃദയങ്ങളിലുണ്ടാകണം. ഞാൻ ഓർപ്പിക്കട്ടെ, ഈ നോമ്പ് കാലത്തേക്കായിട്ട് പിതാക്കന്മാർ വേദവായനക്കുറിപ്പിൽ എല്ലാ ദിവസവും വേദവായനകൾ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ ദിവസത്തേക്കും. മറ്റുള്ള ആഴ്ചകളിൽ ഓരോ ആഴ്ചയ്ക്കും ഓരോന്നാണ് വച്ചിരിക്കുന്നതെങ്കിൽ ഈ നോമ്പിലെ ദിവസങ്ങളിൽ ഓരോ ദിവസത്തിനും നമുക്ക് വേദവായന വെച്ചിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 3, 2, 5, 2, 7, ഏറ്റവും ചുരുങ്ങിയത് 7, 10, 12 വരെ വായനകൾ ഈ ഓരോ ദിവസവും ക്രമീകരിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, നിങ്ങൾ എല്ലാവരും വായനക്കുറിപ്പ് വീട്ടിൽ വെച്ച് ഒരു വേദവായനക്കുറിപ്പ് എല്ലാ വീട്ടിലും വേണം. വേദവായനക്കുറിപ്പില്ലാത്ത വീടുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കുക.
ചുരുക്കം വില വീടുകയുള്ളൂ. അപ്പോൾ മോനെ ഒന്ന് ശ്രമിച്ചോണം. നിങ്ങൾ മോനെ ഒന്ന് ശ്രമിക്കണം കേട്ടോ. പ്രാർത്ഥനായോഗത്തിൻ്റെ ആളായിട്ട് ഞാൻ സാധന ഏൽപ്പിക്കുകയാണ്. ഒരു 25 പിന്നെ വേദവായനക്കുറിപ്പ് വാങ്ങിക്കൊണ്ട് വരണം. അത് നമുക്ക് വള്ളി കൊണ്ടുവന്ന് വെച്ച് എല്ലാവരും കൊടുക്കണം. വലിയ വിലയൊന്നുമില്ല, ചുരുക്കം വിലയേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല, ആ വേദവായന കുറിപ്പ് വെച്ച് നിങ്ങൾ ഒന്ന് വേദപുസ്തകം വായിക്കണം. വായിക്കുമ്പോൾ ഒത്തിരി നമുക്ക് ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തലുകൾ തരും. വേദപുസ്തകം പ്രാർത്ഥനാപൂർവം വായിച്ചാൽ നമുക്ക് ആവശ്യമായ വെളിപ്പെടുത്തലുകൾ ദൈവം തരും. ഇന്ന് ഈ ഗർഭോയിൽ കൂടി ഓർപ്പിക്കുന്നത് കുഷ്ഠരോഗി കൊടുത്ത ഒരു പ്രാർത്ഥനയാണത്. ഏതാ? പിന്നെ കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. അപ്പോൾ കർത്താവ് പറഞ്ഞു, കർത്താവിനെ തൊട്ടു. നിസ്സാര അല്ലത് കേട്ടോ, ഓർത്തോണം. ഒരു കുഷ്ഠരോഗിയെ ആരും തൊടില്ല. എൻ്റെ അപ്പച്ചന് കുഷ്ഠരോഗമാണെന്ന് ഞാൻ കണ്ടാൽ എൻ്റെ അപ്പച്ചനെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കും. എൻ്റെ അമ്മയ്ക്ക് കുഷ്ഠരോഗമാണെന്ന് കണ്ടാൽ ഞാൻ അവളെ പുറത്താക്കും. എനിക്ക് കുഷ്ഠരോഗമാണെന്ന് എൻ്റെ സഹോദരങ്ങളോ എൻ്റെ മാതാപിതാക്കളോ കണ്ടാൽ എന്നെ പുറത്താക്കും. അങ്ങനെ പുറത്താക്കപ്പെടുന്നവരാണ് കുഷ്ഠരോഗികൾ. അവർക്ക് ആർക്കും പിന്നെ ആ ഭവനത്തിലേക്ക് പ്രവേശനമില്ല. കുടുംബത്തിൽ നിന്ന് അവരെ മാറ്റുകയാണ്. അവർ പാപകുഷ്ഠം ബാധിച്ചവരാണ്. അതുകൊണ്ട് പാപികളായി ദൈവം തമ്പുരാൻ പിന്നെ രോഗിയാക്കി മാറ്റിയിരിക്കുന്നവരെ നമ്മളാരും തുടരുത്. നമ്മളൊക്കെ വിശുദ്ധരാണ്. വിശുദ്ധരായ നമ്മൾ അശുദ്ധനായ കുഷ്ഠരോഗിയെ തൊട്ടാൽ നാമും അശുദ്ധരാകും. ഇതാണ് അന്നത്തെ ഇസ്രായേലിൻ്റെ ചിന്താഗതി. ആ ചിന്താഗതി വെച്ചാണ് കുഷ്ഠരോഗിയായിരിക്കുന്നവൻ അപ്പനാണെങ്കിൽ പോലും ഞാൻ പുറത്താക്കുമെന്ന് പറഞ്ഞത്. അങ്ങനെ പുറത്താക്കപ്പെട്ടിരിക്കുന്ന ഒരു കുഷ്ഠരോഗിയെ അവൻ്റെ സ്വന്തം മക്കൾ പോലും തൊടില്ല, അവൻ്റെ ഭാര്യ പോലും അവനെ തൊടില്ല എന്ന് ഓർത്തോണം. അങ്ങനെയുള്ള കുഷ്ഠരോഗിയാണ് കർത്തൃസന്നിധിയിൽ വന്നിട്ട് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ സ്പർശിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അതിർവരമ്പിൻ്റെ ആ വലിയ വലിപ്പം, അതിർവരമ്പ് അത്രമാത്രം അപ്പുറത്താണെന്നർത്ഥം. നമ്മുടെ ആലോചനയ്ക്ക് അപ്പുറത്താണ് ദൈവത്തിൻ്റെ കരുണയുടെ അതിർവരമ്പ് എന്ന് പറഞ്ഞാൽ കരുണ ഒരിക്കലും വറ്റാത്തവനാണവൻ. ആ കരുണയുള്ള ദൈവത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് നമ്മുടെ കർത്താവായ യേശു മശീഹ തമ്പുരാൻ ഇന്ന് ഈ സംഭവത്തിലൂടെ. ഇതിൽ കൂടി നമ്മൾ ഓർപ്പിക്കുന്ന വേറൊരു വലിയ കാര്യമുണ്ട്. ഇന്നത്തെ പഴയ വേദഭാഗം വായിച്ചുവെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു. അതിലെ ആദ്യത്തെ വേദഭാഗം വിശുദ്ധ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മോനെ അത് നിങ്ങൾ എടുത്തു തന്നാൽ പറയാം. പുസ്തക വേദഭാഗമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7-ാം അധ്യായമാണ്. 7-ാം അധ്യായത്തിൽ ലോകത്തെ നശിപ്പിക്കുവാൻ ദൈവം തമ്പുരാൻ തീരുമാനിച്ചിട്ട് അത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായമാണ്. 6-ാം അധ്യായം 7 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. വീട്ടിൽ പോയി വായിച്ചു നോക്കണം. അവിടെ പറഞ്ഞിരിക്കുന്നത്, നോഹയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ നീതിമാനാണെന്നാണ്. നീതിമാനായ നോഹയെയാണ് ആര് വിളിച്ചത്? കർത്താവ് വിളിച്ചത്. അപ്പോൾ നീതിക്ക് വലിയ വിലയുണ്ട് എന്നോർക്കുക. നമുക്ക് ദൈവമെന്ന് പറയുമ്പോൾ ഞാൻ ദൈവീകനാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ മനസ്സിൽ പറയേണ്ട 3 വാക്കുകളുണ്ട്, 3 ഗുണങ്ങൾ. 1 സത്യം, 2 നീതി, 3 സ്നേഹം. സത്യം, നീതി, സ്നേഹം എന്ന 3 ഗുണങ്ങളെ നാം ഉൾക്കൊള്ളുവാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ നിശ്ചയമായും നാം ദൈവത്തോടു കൂടിയായിത്തീരും. നോഹയ്ക്ക് ഉണ്ടായ വലിയ ഗുണം, അവൻ നീതിമാനായിരുന്നു. അവനെക്കുറിച്ച് പറയുന്ന ഇതിനകത്ത് ആ വചനം ഞാൻ കണ്ടില്ല. അവൻ നീതിമാനായിരുന്നു എന്ന് ഒറ്റ വാക്കുണ്ട്. ഇപ്പം എൻ്റെ മനസ്സിലേക്ക് ആ വചനം വരാത്തതാണ് കേട്ടോ. നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ, അപ്പോൾ മനസ്സിലായിക്കോളൂ. ഈ നീതിമാനായ നോഹയെയും അവൻ്റെ ഭാര്യയെയും അവൻ്റെ 3 മക്കളെയും 3 മരുമക്കളെയും 8 പേരാണ് അന്ന് ലോകത്തിൽ വിശുദ്ധന്മാരായിട്ട് ഉണ്ടായിരുന്നത്. നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നിഷ്കളങ്കത എന്ന വാക്കിനെ ഒന്ന് ശരിക്കും ശ്രദ്ധിക്കുമ്പോൾ സത്യം എന്ന വാക്കിലേക്ക് വരും. സത്യമുള്ളവനായിരുന്നു. അപ്പോൾ നിഷ്കളങ്കനും നീതിമാനും സത്യവും നീതിയും ഉള്ളവനായിരുന്നു നോഹ എന്ന് കാണിച്ചിരിക്കുന്നു. ഈ നോഹയെയും അവൻ്റെ കുടുംബത്തെയും രക്ഷിക്കുവാൻ നോഹയുടെ മക്കളും ഭാര്യയും നീതിമാന്മാരായിരുന്നു എന്നടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ നോഹ നീതിമാനായിരുന്നു എന്നെടുത്തു പറഞ്ഞിരിക്കുന്നു.
ആ നോഹയുടെ നീതിയെ കണക്കിട്ടുകൊണ്ട് നോഹയെയും കുടുംബത്തെയും ദൈവം തമ്പുരാൻ രക്ഷിക്കുവാൻ തീരുമാനിച്ചു. ബാക്കി മുഴുവൻ മനുഷ്യരും പാപികളായിരുന്നു എന്നർത്ഥം. നമ്മളിതുപോലെ തന്നെ അബ്രഹാം പറഞ്ഞ ഭാഗമുണ്ട്. അബ്രഹാം പറഞ്ഞു, കർത്താവെ, സോദോം ഗോമോറയെ നശിപ്പിക്കുവാൻ തീരുമാനിച്ച സമയത്ത് അബ്രഹാം പറയുന്നുണ്ട്, കർത്താവെ, അവിടെ ഒരു 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ അവരെ ഓർത്ത് ഒന്ന് രക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ശരി ശരി എന്ന് പറഞ്ഞു. അപ്പോൾ അബ്രഹാമിന് സംശയം, ഇനി 50 ഒന്ന് കുറഞ്ഞു പോയാലോ? അപ്പോൾ അവൻ 1 പകരം 10 പറഞ്ഞു. ഒരു 8 പേര് കുറഞ്ഞു പോയാലും? അപ്പോഴും പിന്നെ അബ്രഹാമിന് സംശയമായി. ഒരു 25 പേരാണെങ്കിലും പിന്നെയും സംശയമായി. അതിൽ പിന്നെയും കുറഞ്ഞൊരു 10 പേരാണെങ്കിലും രക്ഷിക്കാൻ മേലെ എന്ന് കർത്താവ് ചോദിച്ചു. ശരി മോനെ, ഞാൻ രക്ഷിക്കാം. ഈ സോദോം ഗോമോറായിൽ 10 പേരുണ്ടെങ്കിൽ ഞാൻ സോദോം ഗോമോറായി മുഴുവൻ രക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കി എന്തോ താഴെ പറയാൻ അബ്രഹാമിന് തോന്നിയില്ല. 2 കുറഞ്ഞാലും കർത്താവേ എന്നൊരു പക്ഷേ നോഹയ്ക്ക് പറയാൻ അബ്രഹാമിന് പറയാൻ തോന്നിയെങ്കിൽ ദൈവം തമ്പുരാൻ വിഷമിച്ചേനെ. എന്താ കാരണം? ലോത്തിൻ്റെയും കുടുംബത്തെ എടുക്കുമ്പോൾ ഇതുപോലെ ഒരു 8 വരുന്നുണ്ട്. ആ 8 രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊരു ഭാഗം വന്നേനെ. അതൊക്കെയാണേലും അതിന് ഇടയായില്ല. അവൻ ചോദിച്ചുമില്ല, യഹോവയാൻ ദൈവം അതിനിടയാക്കിയുമില്ല. അതുകൊണ്ട് ബാക്കി മുഴുവൻ പേരെയും നശിപ്പിച്ചു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ നീ അശുദ്ധി ഉള്ളവരെ നശിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നാം ഒരു കാര്യം പ്രത്യേകമായി ഓർക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഞാൻ അതിനേക്കാൾ അശുദ്ധനല്ലേ എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് രക്ഷയ്ക്കുള്ള യാതൊരു മാർഗവുമില്ല എന്ന് ഞാൻ ചിന്തിച്ചാൽ അതിനുവേണ്ടിയാണ് കർത്താവ് പറഞ്ഞത്, എനിക്ക് മനസ്സുണ്ട്, നീ ഇത് പറയണേ എന്നെ എടുക്കല്. എന്ത് പറയണം? കർത്താവേ, ഞാൻ കുഷ്ഠരോഗിയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധരാക്കാം എന്ന് നീ പറയാനുള്ള മനസ്സ് നിനക്കുണ്ടെങ്കിൽ, നീ പാപിയാണെങ്കിലും നീ കുഷ്ഠരോഗിയാണെങ്കിലും നീ എത്ര കണ്ട് വികൃതനാണെങ്കിലും നികൃഷ്ടനാണെങ്കിലും നിന്നെ രക്ഷിക്കുവാൻ ദൈവം കരുണയുള്ളവനാണ് എന്നും കാണിക്കുന്നു. ദൈവത്തിൻ്റെ കാർക്കശ്യത, ജലപ്രളയത്തിലൂടെ ലോകത്തെ നശിപ്പിച്ച ദൈവത്തിൻ്റെ കാർക്കശ്യതയും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ കരുണയും, മുട്ടി വിളിക്കുന്നവന് കൊടുക്കുന്ന കരുണയും, ഇത് രണ്ടും ഒരുമിച്ച് ചേർത്ത് കാണിക്കുകയാണ് ഈ ആഴ്ചകളിലെല്ലാം. നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ, മനസ്സിലാകും. അതിനാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കുണ്ടാകേണ്ട മനംമാറ്റം ഇതാണ്. ഞാൻ കുഷ്ഠരോഗിയാകുന്നു, ഞാൻ പാപിയാകുന്നു, എനിക്ക് പാപമുണ്ട്, എനിക്ക് കടമുണ്ട്, നീ എന്നെ ശുദ്ധനാക്കണം എന്ന് നാം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തോട് അപേക്ഷിച്ചാൽ നീ കുഷ്ഠരോഗിയാണെങ്കിലും നീ പാപിയാണെങ്കിലും നിന്നെ അവൻ രക്ഷിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആ ശിലോഹാങ്കുളത്തിൻ്റെ ഗോപുരം വീണ് മരിച്ചുപോയ അന്നത്തെ 18 പേര് അവിടുത്തെ ഏറ്റവും വലിയ പാപികളായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടോ? ചോദിച്ചിട്ട് കർത്താവ് പറയുകയാണ്, അല്ലല്ല. ആ വാക്ക് അല്ലല്ല എന്നാണ്. ഞാൻ ആ വാക്കിനെ പറ്റി കുറച്ച് അധികം പഠിക്കാനിടയായി, പക്ഷേ എനിക്കിപ്പോഴും പൂർണ്ണമായ അർത്ഥം കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും എനിക്ക് തോന്നുന്നു അല്ലല്ല എന്ന 2 നെഗറ്റീവ്സ് ഉപയോഗിച്ചതിൻ്റെ അർത്ഥം അല്ല എന്നല്ല എന്നാണ് കാണിച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ പാപികളെ നശിപ്പിക്കും എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ പാപി അടുത്ത പിന്നെ കർത്താവ് പറയുന്നത്, നീയും അനുദപിക്കുന്നില്ലെങ്കിൽ അതുപോലെ തന്നെ നശിച്ചു പോകും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അനുതാപമില്ലാത്ത ആ 18 പേരും, നശിച്ചുപോയ 18 പേരും പാപികളായിരുന്നു എന്നതുകൊണ്ടല്ല അവർ കൊല്ലപ്പെട്ടത്, മരിച്ചത്. അവർ പാപികളായിട്ടല്ല, പ്രത്യുത അവർ ബാക്കി പറ അനുതാപമില്ലാത്തവരായിരുന്നു. അനുതാപമില്ലാത്ത പാപികൾ നശിപ്പിക്കപ്പെടുമെന്ന് കർത്താവ് നമ്മോട് പറയുന്നു. അതിൽ കൂടി ഓർപ്പിക്കേണ്ടത്, കർത്താവേ, ഞാൻ അനുദപിക്കുന്നു, നീ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ഈ നോമ്പിൻ്റെ അവസ്ഥയിൽ നമ്മുടെ ജാഗരണവും നമ്മുടെ വായനകളും നമ്മുടെ പ്രാർത്ഥനകളും ഈ അനുഭവത്തിലേക്ക് നാം വരുത്തിയിട്ട് പാപത്തെ ഓർത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് അതിൽ നിന്ന് മോചനം പ്രാപിച്ച് അനുദപിക്കുന്ന ഹൃദയത്തോടെ കർത്താവിന് ഉള്ളവരായി തീരുവാൻ നമുക്ക് ഇടയായി തീരണം. നമ്മെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. അതിനായി നമുക്ക് ഒരുങ്ങാം. അതുകൊണ്ട് ഈ അടുത്ത ദിവസങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകമായി ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും പോരാ, കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ചെയ്യണം. കുമ്പസാരിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആലോചിച്ച് വേണ്ട സമയം കണ്ടെത്തണം. ശനിയാഴ്ചയോ ഞായറാഴ്ച രാവിലെയോ ഒക്കെ കണ്ടെത്തണം. എന്നിട്ട് എല്ലാവരും കുമ്പസാരിച്ച് കുർബാന അനുഭവിക്കണം. അത് 25 അതായത് പാതി നോമ്പിന് മുൻപ് നടത്താൻ തക്കവണ്ണം ഒരുങ്ങണമേ എന്നുകൂടി ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. അല്ലെങ്കിൽ 40-ാം വെള്ളിയാഴ്ചയ്ക്ക് അപ്പുറം പോകരുത്. 40-ാം വെള്ളിയാഴ്ച കുർബാന അനുഭവിക്കാൻ നിങ്ങൾ നിൽക്കുമ്പോൾ എല്ലാവരും കുമ്പസാരിച്ച്
കുർബാന അനുഭവിച്ചവരായിരിക്കണം. അതുകൊണ്ട് പെസഹ വ്യാഴാഴ്ച കുർബാന അനുഭവിക്കാൻ വരുമ്പോൾ ഒരുവൻ പോലും ഈ ഇടവകയിൽ കുമ്പസാരിക്കാത്തതായിട്ട് ബാക്കി ഉണ്ടാകാതെ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നമ്മളെ പോലെ പറഞ്ഞ് അവരെ കൂടി അതിലേക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഭദ്രാസന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ദൈനംദിന ചെലവുകൾക്കും ഉള്ള ഏക വരുമാന മാർഗം ഭദ്രാസന ദിനപ്പിരിവും ഭദ്രാസന ഭോഗമായി ബഹുമാനപ്പെട്ട പള്ളികളിൽ നിന്ന് നൽകുന്ന തുകയുമാണ്. കർത്താവിൻ്റെ അതിരട്ട കരുണയാൽ നമ്മുടെ ഭദ്രാസനത്തിൻ്റെ എല്ലാ മേഖലകളിലും സെൻറ്ററുകൾ ഉണ്ടാകുവാനും അതുവഴി സുസ്ഥിരമായ അവസ്ഥ കൈവരുവാനും സാധിച്ചിട്ടുണ്ട്. ഈ പ്രക്രിയയിൽ നിങ്ങളേവരും സർവാത്മന സഹകരിച്ചിട്ടുള്ളത് ഏറെ നന്ദിയോടെ ഓർക്കുന്നു. പ്രതിസന്ധികളുടെ നടുവിലും ഭദ്രാസനത്തെ കാക്കേണ്ട ചുമതല നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടല്ലോ. ഇനിയും ഏറെ കാര്യം നിവർത്തിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇടവകകളിലെ ഭരണസമിതിയും ഭക്തസംഘടനകളും വിശിഷ്യ കുടുംബ യൂണിറ്റിൻ്റെ പ്രവർത്തകരും സഹകരിക്കണമെന്ന് നിങ്ങളുടെ സ്നേഹത്തോട് അറിയിക്കുന്നു. ഈ വർഷത്തെ ഭദ്രാസന പിരിപ്പായി ആ പരിശുദ്ധ പള്ളിയിൽ നിന്നും 10,000 രൂപ അടയ്ക്കേണ്ടതാണ്. പ്രസ്തുത തുകയും ഭദ്രാസന ഭോഗമായി അടയ്ക്കേണ്ട ബഹുമാനപ്പെട്ട വൈദികരുടെ 1 മാസ ശമ്പളത്തിന് അനുസൃതമായ തുകയും സ്വീകരിക്കുന്നതിന് 2013 മാർച്ച് മാസം 10-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള തീയതികളിൽ നാം ഓരോ ഇടവകയും സന്ദർശിക്കുന്നതായിരിക്കും. മാർച്ച് 31 നമ്മുടെ ഭദ്രാസനത്തിൻ്റെ സാമ്പത്തിക വർഷമായി തീരുമാനിക്കപ്പെട്ടുള്ളതുകൊണ്ട് മാർച്ച് 31 മുമ്പായി ആയത് സമാഹരിക്കുവാനുള്ള ഓഡിറ്റേഴ്സിൻ്റെ നിർദ്ദേശവും പള്ളി പ്രതിപക്ഷ യോഗത്തിൻ്റെ തീരുമാനവും അനുസരിച്ചാണ് ആയത് നിവർത്തിക്കുന്നത്. നിങ്ങളേവരും സന്തോഷത്തോടെ സഹകരിക്കുവാൻ നിങ്ങളുടെ സ്നേഹത്തോട് അറിയിക്കുന്നു. ശേഷം പിന്നാലെ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും കരുണയും എല്ലാവരോടും കൂടെ സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആയത് ദൈവമാതാവായ മറിയാം അമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെയും സിദ്ധിമതികളുടെയും പ്രത്യേക നമ്മുടെ ഭദ്രാസനത്തിൻ്റെ അമൂല്യനിധിയായ പരിശുദ്ധ ബസേലിയോസ് ശക്രള്ള ബാവായുടെയും മലങ്കരയുടെ പ്രകാശഗോപുരമായ മോർ ബസേലിയോസ് പൗലോസ്തുതിയൻ ബാവായുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമേൻ. ജനുവരി മാസം 19-ാം തീയതി എഴുതിയത്. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമില്ലായിരം ആയിരമായി അനവധിയായ സ്തോത്രം നാഥാ, കൃപ വേണം എന്ന പോലെ ഒരു ദിവസം ഈ മക്കൾ ഭൂമിയിൽ ജനിക്കുവാനിടയാക്കിയ സ്വർഗീയ പിതാവേ, ഈ സമയം വരെയും നിന്റെ മക്കളുടെ മേൽ ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നൽവരങ്ങൾക്കുമായി നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. തങ്ങളുടെ ജീവാവസാനം വരെയും നിന്റെ പ്രീതിവാത്സല്യവും സംരക്ഷണയും അവിടുത്തെ മക്കളുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കണമേ. എല്ലാവിധ പരീക്ഷകളിലും അവർ സഹായമുണ്ടായിരിക്കണമേ. എല്ലാ ആപത്തുകളിൽ നിന്നും പരിരക്ഷിക്കണമേ. അന്ധകാര ശക്തികളിൽ നിന്നും കാത്ത് സമാധാനത്തോടും സന്തുഷ്ടിയോടും പരിപാലിക്കണമേ. തിരിഹിതം നിന്റെ മക്കളെ അറിയിക്കണമേ. തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി ജീവിപ്പാൻ ആയുഷ്കാലം മുഴുവൻ ശക്തീകരിക്കണമേ. ഇവരുടെ മനസ്സിന് സ്ഥിരമായിരിക്കാനും വിശ്വാസം ബലപ്പെട്ട് നിന്റെ സ്നേഹത്തിൽ ജ്വലിച്ച് പ്രത്യാശയോടെ ജീവിക്കുവാനും കൃപയിരണമേ. ആയുഷ്കാലം മുഴുവനും അങ്ങേക്കും അവിടുത്തെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ അബുക്കൂലസ്ബാൻ ലവൽമീൻ ഭാജനമേ ഞങ്ങളിൽ അലിവാണ്ട പക്കലപേക്ഷയണം. മാതൃജനത്തെ പ്രാർത്ഥനയും അടികളയും നിൻ കോപത്തെ വടികളയും മാറ്റിയിടേണം. പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളയും നിൻ കോപത്തെ വടികളയും ബലിപീഠത്തിലിരിപ്പുണ്ട് നിർമ്മലരായി പരികർമ്മിപ്പോ ആചാര്യർക്കവ ചൂടിയിടും. കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി വരെ ചോരും കൈക്കൊണ്ടേ
വർദ്ധിച്ചയോ നീ കഴുകണമെൻ സോപായ ഏകണമെൻ പിതൃസ്നേഹത്താ യാചിക്കും നീ സ്നേഹത്താ യാചി